ഇന്ത്യയിലെ CPM-ൽ ഇപ്പോൾ ഏറ്റവും കരുത്തനായ നേതാവ്. കരുത്തൻ എന്നുള്ളത് ലിയോ പറഞ്ഞോളൂ, ഞാൻ ദുർബലനാണെന്ന് പറയും. എന്തായാലും കരുത്തൻ എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ആ നിലയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന, പുഴുത്ത് ചീഞ്ഞ് നാറിക്കിടക്കുന്ന ഒരു സർക്കാരായി ഇപ്പം മാറിയിരിക്കുന്നു. PS-ൻ്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റും ഏറ്റവും നിഷ്ഠൂരവും നീചവുമായിട്ടുള്ള തീരുമാനം അന്ന് PS എടുത്തു. എന്താണ്? പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചു. 51 വെട്ടുവെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം കുലംകുത്തി എന്ന് പറഞ്ഞതാരാ? ആ ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. 2006-ൽ ഇയാളെ ജനങ്ങളുടെ ഒപ്പം നിന്ന് PS തോൽപ്പിച്ച് മൂലക്കിരുത്തി മുട്ടയെ മുട്ടിച്ച് ഇക്ഷ എണ്ണ പരപ്പിച്ചു. നേരത്തെ ഈ പറഞ്ഞ പോലെ അയാളുടെ ചവിട്ടടിയിൽ, അയാളുടെ ഷൂവിൻ്റെ അടിയിൽ സർക്കാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു ഷൂവിൻ്റെ അടിയിൽ സർക്കാരും ഒരു ഷൂവിൻ്റെ അടിയിൽ പാർട്ടിയുമായിട്ടാണ് പുള്ളി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് 80 തികഞ്ഞു കഴിഞ്ഞ ദിവസം. അദ്ദേഹത്തിൻ്റെ ഭരണ പാടവത്തെക്കുറിച്ചും നേതൃത്വ മികവിനെക്കുറിച്ചും ഒക്കെ തന്നെ ചർച്ചകൾ വരുന്നുണ്ട്. അതിനൊപ്പം വളരെ ശക്തമായി തന്നെ ഉയർന്നു വരുന്ന ആരോപണങ്ങളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാശി, അദ്ദേഹത്തിൻ്റെ ഈഗോ, അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ശൈലി, ഇതൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ചും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം പലരിൽ നിന്നായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വളരെയേറെക്കാലം അടുത്ത് മനസ്സിലാക്കിയ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായ ശ്രീ അഡ്വക്കേറ്റ് KM ഷാജഹാൻ. നമസ്കാരം, സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക്. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്തറിയാം. കുറേയേറെ നാൾ ഏകദേശം ഒരുമിച്ച് പ്രവർത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയെ കാണുന്നത്? ഇത് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ പിണറായി വിജയൻ ഒപ്പം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാൻ ആ പാർട്ടിയിലുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. അതെ, എനിക്ക് നേരിട്ട് പിണറായി വിജയനോട്ട് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിലും പിണറായി വിജയൻ്റെ എതിർ ധ്രുവത്തിൽ നിന്ന ഒരു നേതാവിനോടൊപ്പമാണ് ഞാൻ ജോലി ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് ആ നേതാവിനോടുള്ള ഒരു വിരോധം എൻ്റെ അടുത്തും തീർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 8 ദിവസം എനിക്ക് പൂജപ്പുര ജയിലിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഞാനിന്ന് ലിയോ ആയിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, പിണറായി വിജയൻ 80 വയസ്സായ സാഹചര്യത്തിൽ എന്തായിരുന്നു പിണറായി വിജയൻ, എങ്ങനെയായിരുന്നു പിണറായി വിജയൻ്റെ വളർച്ച, പിണറായി വിജയൻ ഇപ്പോൾ എന്താണ്, നാളെ പിണറായി വിജയൻ ഈ പാർട്ടിയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ഇതാണ് ഞാൻ. അപ്പോൾ അത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം തന്നെ 80 വയസ്സായിട്ടുള്ള പിണറായി വിജയനെ കുറിച്ചുള്ള പാടി പുകഴ്ത്തലുകൾ മാത്രമാണ് ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ 80 വയസ്സ് പിണറായി വിജയന് തികഞ്ഞപ്പോൾ വന്നത്. പാടി പുകഴ്ത്തലുകൾ മാത്രം. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചകളിൽ, അത് TV ചർച്ചകളിലൊക്കെ മാത്രം. പക്ഷേ അച്ചടി മാധ്യമത്തിലോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിലോ ആ ദൃശ്യമാധ്യമത്തിൻ്റെ റിപ്പോർട്ടർമാരോ അല്ലെങ്കിൽ എഡിറ്റോറിയൽ പോളിസിയുടെ ഭാഗമായിട്ടോ ക്രിട്ടിക്കലായിട്ട് പിണറായി വിജയനെ ഒന്ന് കാണാൻ ഒരാളും തയ്യാറായിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഓക്കെ. എന്ന് മാത്രമല്ല, പൂഴ്ത്തലുകൾ അങ്ങേ അറ്റം വരെ പോയിട്ട് അയാളുടെ ചില ഏറാൻ മൂളികൾ വന്നിട്ട് പ്രായമായ പിണറായി വിജയൻ പ്രായമായ അമ്മയുടെ നഖം വെട്ടിക്കൊടുക്കുമായിരുന്നു വരെ പോലും പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അരോചകമായി തോന്നിയൊരു കാര്യം, പിണറായി വിജയൻ അവസാന കാലത്ത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്ത ആളാണ് ശ്രീമാൻ MP വീരേന്ദ്രകുമാർ. ആ വീരേന്ദ്രകുമാറിൻ്റെ മകൻ MP ശ്രേയംസ് കുമാർ മാതൃഭൂമിയുടെ ഉടമയാണ്. പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ഒരു ലേഖനവും കണ്ടു. അദ്ദേഹത്തിൻ്റെ നേതൃമികവിനെ കുറിച്ചും എല്ലാം നിശ്ചയദാർഢ്യത്തെക്കുറിച്ചും ഒക്കെ തന്നെ എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നേക്ക് പോകില്ല, അത് നടപ്പിലാക്കാനുള്ള വികസന നായകൻ. അതെ. അപ്പോൾ എല്ലാ സൂപ്പർലിറ്റീവ്സും ഇപ്പോൾ പിണറായി വിജയൻ്റെ മുകളിൽ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ പിണറായി വിജയനെ നമ്മൾ ഈ പറഞ്ഞ പോലെ അൺബയസ്ഡ് ആയിട്ടൊന്ന് വിശകലനം ചെയ്താൽ എന്തായിരുന്നു പിണറായി വിജയൻ? അൺബയസ്ഡ് ആയിട്ട് അല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, അൺബയസ്ഡ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വസ്തുനിഷ്ഠമാണ്. ഓക്കെ, മനസ്സിലായോ? സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ. ഓക്കെ.
ആ ഇൻ്റർപ്രിറ്റേഷൻ ഞാൻ അൺബയസ്ഡ് ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നവർ അവർ തീരുമാനിച്ചോട്ടെ അൺബയസ്ഡ് ആണോ. സിലിയോ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ പിണറായി വിജയനെ പരിശോധിക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിലെ CPM-ൻ്റെ സമുന്നതനായിട്ടുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ ഉള്ളതിൽ വെച്ച് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നതിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും തലമുതിർന്ന ആൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം VS അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ. അതെ. പിന്നെ ഉള്ള ആളുകൾ MA ബേബി എന്നൊക്കെ പറയുന്നതൊക്കെ പിണറായി വിജയന് കീഴിലുള്ളവരാണ്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചു. അപ്പോൾ എന്ന് മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പിന്നെ പിണറായി ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്, രണ്ടാമത്തെ തവണ മുഖ്യമന്ത്രിയുമാണ്. അപ്പം കേരളത്തിൽ നല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് CPM-ലെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ എന്ന് അതെ. ഇന്ത്യയിലെ CPM-ൽ ഇപ്പോൾ ഏറ്റവും കരുത്തനായ നേതാവ്. കരുത്തൻ എന്നുള്ളത് ലിയോ പറഞ്ഞോളൂ, ഞാൻ ദുർബലനാണെന്ന് പറയും. എന്തായാലും കരുത്തൻ എന്നുള്ള നിലയിലല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിലെ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്. ഓക്കെ, മനസ്സിലായി. മുതിർന്ന നേതാവും പ്രത്യേകിച്ച് രണ്ട് തവണ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ കരുത്തൻ എന്ന് ഉദ്ദേശിച്ചത് പാർട്ടിയെ ആയിരിക്കാം. ആ കരുത്ത് ചിലപ്പം പിന്നെ അത് യഥാർത്ഥ കരുത്താണോ അല്ലേ എന്നുള്ളതൊക്കെ കേൾക്കുന്ന ഒരു തീരുമാനിച്ചു. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. നമ്മൾ എന്തായാലും ഏറ്റവും മുതിർന്ന ഒരു നേതാവ്. ഓക്കെ. അപ്പോൾ ആ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ പരിശോധിച്ചാൽ എന്താണ് പിണറായി വിജയനുള്ള ക്വാളിറ്റി എന്ന് നമ്മൾ നോക്കിയാൽ പിണറായി വിജയന് മുമ്പ് എത്രയോ പേർ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടിരുന്നിട്ടുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഇരുന്നിട്ടുണ്ട്, CH കണാരൻ ഇരുന്നിട്ടുണ്ട്, ചടയൻ ഗോവിന്ദൻ ഇരുന്നിട്ടുണ്ട്, VS ഇരുന്നിട്ടുണ്ട്, നായനാർ ഇരുന്നിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 സംസ്ഥാന സെക്രട്ടറിമാരുമായി താരതമ്യം ചെയ്താൽ എല്ലാ തലത്തിലും ഏറ്റവും താഴ്ന്നൊരു നിലവാരത്തിൽ നിൽക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. അതിനകത്ത് ബയസിൻ്റെ ഒരു പ്രശ്നമില്ല. ഓക്കെ. അല്ല, നമുക്ക് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് മുൻപുള്ള പിണറായി വിജയനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്രട്ടറി ആയതിനു ശേഷം അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ കുറച്ച് പിന്നിലേക്ക് പോകും. അതെ, നമ്മൾ പിന്നിലേക്ക് പോയാൽ കാരണം അദ്ദേഹത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നത് VS ആണല്ലോ. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിൽ ബ്രോഡറായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ CPM-നകത്ത് വിഭാഗീയത ഇല്ലാതാക്കിയ നേതാവാണ് പിണറായി വിജയൻ എന്നാണല്ലോ വാദം. എന്നാൽ വിഭാഗീയതയുടെ കറകളഞ്ഞ വിഭാഗീയതയുടെ ഉൽപ്പന്നമാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കുന്നത്. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. പിണറായി വിജയനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യമായി കേൾക്കുന്നത് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. 1968 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ RSSകാരൻ റോഡിൽ നിൽക്കുമ്പോഴത്തേക്ക് അയാളെ മഴ കൊണ്ട് വെട്ടിക്കൊന്ന കേസിൽ പിണറായി വിജയൻ പ്രതിയായിരുന്നു. ഒരു സാക്ഷി കൂറുമാറിയത് കൊണ്ട് മാത്രമാണ് ആ പ്രതിസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടുന്നത്. അതാണ് 1968 സംഭവം. 60കളുടെ അവസാനം 70-ലൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും കണ്ണൂരിലെ CPM രാഷ്ട്രീയം ഒരു ഗുണ്ടാവൽക്കരണത്തിലേക്കും ക്രിമിനൽവൽക്കരണത്തിലേക്കും ഒക്കെ മാറാൻ കാരണം MV രാഘവൻ എന്ന് പറഞ്ഞിട്ടുള്ള തലമുതിർന്ന നേതാവിൻ്റെ സാന്നിധ്യമായിരുന്നു. അപ്പോൾ MV രാഘവൻ അന്ന് പാർട്ടിയെ ക്രിമിനൽവൽക്കരണത്തിലേക്കും പിന്നെ ഗുണ്ടാവൽക്കരണത്തിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് തലമുതിർന്ന ഒട്ടേറെ നേതാക്കന്മാർ കണ്ണൂർ പാർട്ടിയിലുണ്ടായിരുന്നു. ഭരതനെ പോലുള്ളവർ, ഈ AB കുഞ്ഞമ്പു, അങ്ങനെ ഒരുപാട് പേര് അവിടെ തലമുതിർന്ന നേതൃത്വവും പ്രത്യശാസ്ത്ര ശുദ്ധിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ MV രാഘവൻ എന്ത് ചെയ്തു? MV രാഘവൻ തൻ്റെ ഈ ക്രിമിനൽ വൽക്കരണ രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ കൊണ്ട് RSSനെതിരായിട്ടൊക്കെ ഇങ്ങനെ വിട്ടുകുത്തുമായിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ ഇവർക്കൊക്കെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചു. ആ MV രാഘവൻ്റെ ഒരു അണിയായിട്ടാണ് പിണറായി വിജയൻ്റെ രംഗപ്രവേശം വരുന്നു. പിന്നീട് ഇലക്ഷനിൽ മത്സരിക്കുന്നു, MLA ആവുന്നു, ഒക്കെ ചെയ്യുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അയാളുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു പുഷ് വരുന്നത്. ആ പുഷ് വരുന്നത് എങ്ങനെയാണ്? രാഘവനും പാർട്ടി നേതൃത്വം തമ്മിൽ അകലാൻ തുടങ്ങി. ബദൽ രേഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ രാഘവൻ ഒരു വശത്തും മറുവശത്ത് EMS VS പോലുള്ള പാർട്ടി ഔദ്യോഗിക നേതൃത്വം എന്നുള്ള നിലയിൽ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കണ്ണൂരുള്ള പല പ്രബലരായിട്ടുള്ള പുത്തലത്ത് നാരായണനെ പോലെയൊക്കെ ഉള്ള പല പ്രബലരായിട്ടുള്ള നേതാക്കന്മാരും രാഘവനോടൊപ്പം പോയി. അപ്പം CPM-ൻ്റെ കണ്ണൂരിലെ ഒന്നാം നിര നേതാക്കന്മാരിൽ ഒരുപാട് പേര് ഈ രാഘവ വിഷയം വന്നപ്പോഴത്തേക്കും രാഘവൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ പിന്നെ ഈ പറഞ്ഞ പോലെ 2ാം കിട 3ാം കിട തിരിവ് നേതാക്കന്മാർ ഉള്ളായിരുന്നു. അന്ന് രാഘവൻ്റെ ഒരു അണിയായിട്ട് നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയൻ എന്ത് ചെയ്തു? അവസരം ശരിക്കും മുതലെടുത്തു. ഇവർ തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിൽ പാർട്ടി MV രാഘവനും ഔദ്യോഗിക നേതൃത്വം തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിൽ പിണറായി വിജയൻ രാഘവനെതിരായിട്ടൊരു നിലപാടെടുത്തു. രാഘവനെതിരായി നിലപാടെടുത്തപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അവിടെ ജില്ലാ സെക്രട്ടറി കാര്യങ്ങളൊക്കെ ആയി. അതാണ് അയാളുടെ ജീവിതത്തിലെ ഈ പറഞ്ഞതുപോലെ ഒരൊന്നാം ഘട്ടം.
അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് മർദ്ദനത്തിൽ പരിക്കേറ്റ പിണറായി വിജയൻ രക്തം കറപുരണ്ട ഷർട്ടുമായി നിയമസഭയിലെത്തി നടത്തിയ പ്രസംഗത്തെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, അതൊക്കെ സ്വാഭാവികമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് അറിയില്ലയോ നമ്മൾ കാണേണ്ടത്, ഈ ഒരു ക്രിമിനൽ വൽക്കരണ രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു 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 ഈ പറഞ്ഞ പോലെ ഒരു മസിൽ പവറിൻ്റെ രാഷ്ട്രീയം, അതിലൂടെയാണ് ഇയാളെ നമ്മൾ കൂടുതൽ കേൾക്കുകയും പറയുകയും. ഇപ്പം ലിയോ പറഞ്ഞതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥാ മർദ്ദനം. ഇപ്പം അയാൾ നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അയാൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ക്രമസമാധാന പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിലായോ? പക്ഷേ CPM നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതെന്ന് നമ്മൾ കാണുന്ന പല പല ക്വാളിറ്റീസ് ഉണ്ടല്ലോ. ഇപ്പോൾ പുസ്തകം വായന, അല്ലെങ്കിൽ വിവരം, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ശുദ്ധി, സംഘാടന മികവ്, സംഘടനാ പാഠവും. ഇപ്പോൾ നായനാർക്കും VS അച്യുതാനന്ദനൊക്കെ ഉണ്ടായിരുന്ന സംഘടനാ മികവ്, EMS പോലുള്ളവർക്കുണ്ടായിരുന്നത് ബൗദ്ധികമായിട്ടുള്ള. ഇത് രണ്ടിലും ഇയാളെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ആദ്യമായി ഇയാൾ ഒരു അധികാര സ്ഥാനത്തേക്ക് വരുന്നത് ഈ ആദ്യം MV രാഘവൻ്റെ അണിയായിട്ട് നിന്നിട്ട് പിന്നീട് MV രാഘവനും പാർട്ടിയായിട്ടുണ്ടായിരുന്ന വിള്ളൽ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ അവിടെ തന്നെ വിഭാഗീയതയിലൂടെയാണ് ഇയാളൊരു ഉൽപ്പന്നമായി ആദ്യമായി കണ്ണൂർ പാർട്ടിയിൽ അധികാര സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് തന്നെ. ഈ വിഭാഗീയതയുടെ ഒരു ഭാഗത്ത് അയാൾ എന്ത് ചെയ്തു? അയാൾ ഉറച്ചു നിന്നു. പാർട്ടിയിൽ MVRനുണ്ടായിരുന്ന ആ ഒരു MVR പോയ ആ വാക്വം ഫില്ല് ചെയ്തുകൊണ്ട് കയറി വരികയാണ്. MVRന്റെ കൂടെ നിന്നു. പക്ഷേ MVR പാർട്ടിയായിട്ട് പ്രശ്നം ഉണ്ടായപ്പോഴത്തേക്കും ആ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം അവിടെ ദുർബലമായപ്പോൾ ആ ദുർബലമായിട്ടുള്ള ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ കൂടെ അദ്ദേഹത്തെ അടയാളപ്പെടുത്തി. അപ്പോൾ തുടക്കം തന്നെ വിഭാഗീയത. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? അതിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അപ്പോൾ പാർട്ടിയുടെ ഒപ്പം ഉറച്ചു നിന്നു എന്നും പറയാമല്ലോ. അല്ല, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, അതിലൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻ്റർപ്രിട്ടേഷനൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. അത് ഞാൻ പാർട്ടിയുടെ കൂടെ ഉറച്ചു നിന്നാണ് എന്നൊക്കെ പറയാം, പറഞ്ഞോളൂ. അതിപ്പോൾ കാണുന്നവർ കേൾക്കുന്നവരൊക്കെ തീരുമാനിച്ചോട്ടെ. അല്ല, അതാണല്ലോ സത്യം. അല്ല, ആയിക്കോട്ടെ, ഞാനത് കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. എന്തായാലും അതാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അതിനുശേഷം എന്ത് സംഭവിച്ചു? എനിക്ക് തോന്നുന്നു 80കളുടെയൊക്കെ അവസാനമായപ്പോഴത്തേക്ക് വേറൊരു വിഭാഗീയത പാർട്ടിയിൽ വന്നു. അതാണ് ട്രേഡ് യൂണിയനും VSും തമ്മിലുള്ള വിഭാഗീയത. ഒരു വശത്ത് ശക്തമായ ട്രേഡ് യൂണിയൻ നേതൃത്വം, ആ ട്രേഡ് യൂണിയൻ നേതൃത്വം VSും തമ്മിലുള്ള വിഭാഗീയത. അതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തൊക്കെ VS അച്യുതാനന്ദനിലൂടെയായിരുന്നു. അതായത് വികസനവും പരിസ്ഥിതിയും ഒന്നിച്ചു പോകണം, സന്തുലിത സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ VSും ശാസ്ത്ര സാഹിത്യ പരിഷത്തും പറഞ്ഞപ്പോൾ ഈ വികസനത്തിനാണ് പ്രാധാന്യം, പരിസ്ഥിതിക്കല്ല എന്ന് പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെല്ലാം അപ്പുറത്തായി. ആ നേതൃത്വത്തിൻ്റെ കൂടെയായിരുന്നു പിന്നെ പ്രബലരായിട്ടുള്ള ബാലാനന്ദൻ, KN രവീന്ദ്രനാഥ്, പിന്നെ MM ലോറൻസ്, VB ചെറിയാൻ ഉൾപ്പെടെയുള്ള വലിയ അധികായന്മാർ മുഴുവൻ അപ്പുറത്തും VS ഇപ്പുറത്തും നിന്നൊരു വിഭാഗീയത 80കളുടെയൊക്കെ അവസാനം അടുപ്പിച്ച് വന്നു. അപ്പോൾ അന്ന് ശരിക്കും പിന്നെ EMSൻ്റെയും ഒരു പരോക്ഷ പിന്തുണ ഈ ട്രേഡ് യൂണിയൻ സെറ്റിനായിരുന്നു. ആ വിഭാഗീയത കത്തിക്കാളി വന്നപ്പോൾ ആ വിഭാഗീയതയിൽ പിണറായി വിജയൻ എന്ത് ചെയ്തു? പിണറായി വിജയൻ അച്യുതാനന്ദനോടൊപ്പം പിണറായി വിജയൻ നിന്നു, പ്ലേസ് ചെയ്തു. അങ്ങനെ 1998 പാലക്കാട് സമ്മേളനത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഈ ട്രേഡ് യൂണിയനും നേതാക്കന്മാരും VSും തമ്മിലുള്ള ശത്രുത വലിയ തോതിൽ വർദ്ധിച്ച് അവിടെ ഒരു വോട്ടെടുപ്പിലേക്ക് വന്ന് അവിടെ ട്രേഡ് യൂണിയൻ നേതാക്കളെ മുഴുവൻ മലത്തി അടിച്ചു. അതാണ് ബേബി ഇടപെട്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ട്രേഡ് യൂണിയൻ നേതാക്കൾ മുഴുവൻ മലന്നടിച്ച് അവിടെ വീണപ്പോൾ കണ്ണൂർ ജില്ലയിൽ VS അച്യുതാനന്ദൻ്റെ ശക്തിദുർഗമായി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സംഘം നിന്നു. അങ്ങനെ നിന്ന് ആ സമയത്താണ് 1998 ഒക്കെ തന്നെ ഇയാൾ മന്ത്രിയാവുന്നത്, ഇടതുപക്ഷ നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നത്. അങ്ങനെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പാർട്ടിയിലെ സംസ്ഥാന സെക്രട്ടറി ചടയം ഗോവിന്ദനായിരുന്നു. VS അച്യുതാനന്ദൻ്റെ ഏറ്റവും അടുത്ത ഒരു കയ്യാളെന്ന് ഞാൻ പറയുന്നില്ല, ഏറ്റവും അടുത്തൊരു പ്രവർത്തകൻ, നേതാവായിരുന്നു ഇയാൾ. ആര്? ചടയം ഗോവിന്ദൻ അകാലത്തിൽ മരിച്ചു, അർബുദം ബാധിച്ച് 1998 മരിച്ചു. മരിച്ച സമയത്ത് യഥാർത്ഥത്തിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി VS അച്യുതാനന്ദൻ കണ്ടിരുന്നത്, അല്ല EMS കണ്ടിരുന്നത് KN രവീന്ദ്രനാഥിനെയായിരുന്നു. കാരണം KN രവീന്ദ്രനാഥ് വലിയ സംഘടനാ പാഠവുമുള്ള ആൾ, ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള പ്രതിശാസ്ത്ര മൂല്യം നിലനിർത്തുന്ന ആൾ, ജനകീയനായിട്ടുള്ളൊരു നേതാവ്, ട്രേഡ് യൂണിയൻ്റെ സുസംഘടിതമായിട്ടുള്ള നേതൃത്വം ഒക്കെയുള്ള KN രവീന്ദ്രനാഥിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്നായിരുന്നു EMSൻ്റെ ആഗ്രഹം. പക്ഷേ VSന് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം VS ട്രേഡ് യൂണിയൻ സെക്യൂറായിട്ട് അവരെ മലത്തി അടിച്ചിട്ടാണ് VS സംസ്ഥാന സെക്രട്ടറി ആയി വന്നത്.
അങ്ങനെ വരുമ്പോൾ രവീന്ദ്രനാഥിന് പകരം ഒരാളെ വി എസ് നോക്കിയപ്പോൾ കണ്ണൂരിൽ ഉള്ള സെറ്റുകാരെ വി എസ് പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചു. കാരണം കണ്ണൂരാണല്ലോ ഏറ്റവും ശക്തമായിട്ടുള്ള പാർട്ടിയുള്ളത്. ആ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് വി എസ് സത്യം പറഞ്ഞാൽ അയാളുടെ വി എസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും തെറ്റും ഏറ്റവും നിഷ്ഠൂരവും നീചവുമായിട്ടുള്ള തീരുമാനം അന്ന് വി എസ് എടുത്തു. എന്താണ്? പിണറായി വിജയനെ പാർട്ടി സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചു. ഭസ്മാസുരന് വരം കൊടുത്ത അതൊക്കെ ചെറിയ ഉദാഹരണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ അപ്പുറത്ത് കുറേ പേരെ ഒതുക്കാൻ വേണ്ടി വി എസ് നടത്തിയ ഒരു നീക്കം അദ്ദേഹത്തിന് തന്നെ പിന്നീട് വിനായി. അദ്ദേഹത്തിന് വിനായത് നമുക്കതിലേക്ക് വരാം. എന്തായാലും അയാളെ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ പോലെ ഒരു ആവറേജോ ബിലോ ആവറേജ് ആയിട്ടുള്ള പിണറായി വിജയന് ഒരു ബൂസ്റ്റ് കൂടെ കിട്ടി. പിണറായി വിജയനെ വി എസ് കൊണ്ടുവന്നത് എങ്ങനെയാണ്? പാർട്ടി തൻ്റെ കൈപ്പിടിയിൽ ആലോചിച്ച് നോക്കണം. പാർട്ടി തൻ്റെ കൈപ്പിടിയിൽ നിർത്താൻ വേണ്ടിയാണ് പിണറായി വിജയനെ വി എസ് അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആക്കിയത്. അപ്പോൾ അന്ന് നടന്ന ചില സംഭവങ്ങളുണ്ട്. അപ്പോൾ അന്ന് വി എസ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്ന് AK സെൻറ്ററിൽ 2-3 കാറുകളേ ഉള്ളൂ. അപ്പോൾ കണ്ണൂരൊക്കെ കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അതറിഞ്ഞുകൊണ്ട് ഒരാൾ വി എസ് അന്ന് പ്രതിപക്ഷ നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു. വി എസ് കണ്ടോൺമെൻറ്റ് ഹൗസിൻ്റെ മുന്നിലെ വരാന്തയിൽ വന്ന് ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കും ഒരാൾ. ആ ആളുടെ പേരാണ് പിണറായി വിജയൻ. കാരണം വി എസിൻ്റെ കൂടെ ആ കണ്ണൂർ പോകുമ്പോൾ കാറിൽ ഒരു ഇച്ചിരി സ്ഥലം കിട്ടണം കണ്ണൂർ വരെ. അങ്ങനെ ഇരുന്ന ഒരാളാണ് പിണറായി വിജയൻ. അവിടെ നിൽക്കട്ടെ. അങ്ങനെ വി എസ് അയാളെ സംസ്ഥാന സെക്രട്ടറിയായി. അപ്പോഴും വിഭാഗീയതയിൽ ഉൽപ്പന്നമാണ് അയാൾ. അപ്പോൾ അയാൾ ഈ വിഭാഗീയത ഇല്ലാതാക്കിയെന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമാണെന്നുള്ളൊരു തെളിവ് അയാളുടെ ജീവിതത്തിലെ ഓരോ നിർണായക ഘട്ടത്തിലും അയാൾ മെച്ചപ്പെട്ട് വരുന്ന മുഴുവൻ ഈ വിഭാഗീയത കൊണ്ടിട്ടാണ്. അങ്ങനെ അയാൾ എന്ത് ചെയ്തു? അയാൾ പാർട്ടി സെക്രട്ടറിയായി. പാർട്ടി സെക്രട്ടറി ആയ 1-ാം ദിവസം മുതൽ തന്നെ വി എസിനെ വെട്ടി ഒതുക്കാനുള്ള പണി അയാൾ തുടങ്ങി. അതിനെ തുടർന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത ഘട്ടം വിഭാഗീയത വന്നു. അടുത്ത ഘട്ടം വിഭാഗീയതയാണ് വി എസ് പിണറായി വിഭാഗീയത. ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? ഒരു വലിയ മാറ്റം ഇയാൾ കൊണ്ടുവന്നു. എന്താണ്? എന്ത് വൃത്തികേടും എന്ത് വൃത്തികെട്ട പരിപാടി ചെയ്തായാലും പാർട്ടി പിടിക്കണം എന്നാലും തീരുമാനിച്ചു. അതിന് മുതലാളിമാരെ പിടിക്കണമെങ്കിൽ അത്, കാശ് കിട്ടണമെങ്കിൽ അത്, എന്ത് തോന്നിയാതും കാണിച്ചായാലും പാർട്ടി പിടിക്കാനായിട്ട് അയാൾ തീരുമാനിച്ചു. ആ കാലഘട്ടമാണ് 2001-2006. അദ്ദേഹം തൻ്റെ മുൻഗാമികളെ കണ്ട് പഠിച്ചു എന്ന് ഞാൻ പറയില്ല. കാരണം മുൻഗാമികളൊന്നും ആ ലെവലിൽ വരെ പോയിട്ടില്ല. അത്രയും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തും പാർട്ടി പിടിക്കണം എന്നുള്ള ലെവലിലേക്ക് പാർട്ടി പിടിക്കാൻ അവർ ചിലപ്പോൾ ചെറിയ കോംപ്രമൈസുകൾ അവിടെ ഇവിടെ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ ഇതല്ല. അവിടെയാണ് നമ്മൾ പിണറായി വിജയനെ അടയാളപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. എന്തു ചെയ്യാനും ഒരു മടിയില്ലാത്ത, അതിനാണ് ഞാൻ പറഞ്ഞത് ഒരു റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ്. അത് 2001-2006 കാലഘട്ടത്തിൽ കണ്ടു. 2005 മലപ്പുറം സമ്മേളനത്തിൽ അതിൻ്റെ പരകൂടിയായി. 2001-2006 കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്ന് വി എസ് എന്ത് ചെയ്തു? ജനകീയനാകാൻ തീരുമാനിച്ചു ഇയാളെ എതിർക്കാൻ. അങ്ങനെ വി എസ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ജനകീയ വിഷയങ്ങളിലും പ്രതിസ്ഥാനത്തായിരുന്നു പിണറായി വിജയൻ. അതിപ്പോൾ ഓൺലൈൻ ലോട്ടറിയുടെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ കൊക്കക്കോളയുടെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ വനംകൊള്ളയുടെ വിഷയമാകട്ടെ, അല്ലെങ്കിൽ സ്ത്രീപീഡനങ്ങളുടെ വിഷയമാകട്ടെ, ആ കാലഘട്ടത്തിൽ വി എസ് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ജനകീയ വിഷയങ്ങളിലും ഒന്നൊഴിയാതെ പ്രതിസ്ഥാനത്ത് ഉളുപ്പില്ലാതെ നിന്ന ആളാണ് പിണറായി വിജയൻ. അതിൻ്റെ പരകോടിയായിരുന്നു മലപ്പുറം സമ്മേളനം. മലപ്പുറം സമ്മേളനത്തിൽ വി എസ് 8 ജില്ലകളുടെ ഭൂരിപക്ഷമായിട്ടാണ് പോകുന്നത്. കാരണം ഈ ജനകീയ സമരങ്ങളിലൊക്കെ നിന്നും 8 ജില്ലകളിലെ പ്രതിനിധികൾ വി എസിൻ്റെ കൂടെയാണ്. ഭൂരിപക്ഷമാണ് 8 ജില്ല. പിന്നെ 6 ജില്ല അപ്പുറത്തുള്ളൂ. എന്നൊക്കെ ഞാൻ വി എസിനോടുണ്ട്. എന്നെ പുറത്താക്കുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെ വി എസ് 12 പേരെ മത്സരിപ്പിച്ചു. പക്ഷേ ആ 12 പേരെയും ഓരോന്നോരോന്നായിട്ട് കാലയിലെടുത്ത് തറയിലടിച്ചു പിണറായി വിജയൻ. അതിനുവേണ്ടി എന്തവർക്ക് വേണോ, എന്തെന്ന് ഞാൻ പറയുമ്പോൾ ഇൻവെർട്ടർ കോമയിലാണ് ഞാൻ പറയുന്നത്. കാരണം അത് എന്താണെന്നുള്ളതെല്ലാം എനിക്ക് വിശദീകരിക്കാൻ കഴിയില്ല, പലതുമൊക്കെ എനിക്കറിയാം. എന്തു വേണോ അത് ചെയ്ത് ആ 12 പേരെയും ഇയാൾ തോൽപ്പിച്ച് കുളിപ്പിച്ച് അങ്ങ് കിടത്തി. അതായത് 100-ൽ 100 പോയ വി എസ് 100-ൽ 0 തിരിച്ച് ഇയാൾ വരുത്തി. അത്രയ്ക്ക് ഭീകരനാണ് പിണറായി വിജയൻ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അതായത് അവിടെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, വളരെ കരുത്തനായ ഒരു നേതാവായി അന്ന് മുതൽ പിണറായി വിജയൻ മാറി. യെസ്. അപ്പോൾ കരുത്തൻ എന്നുള്ളത് ഞാൻ ഇൻവെർട്ടർ കോമയിൽ ഇടുകയാണ്. ആ കരുത്ത് എന്തിനുള്ള കരുത്താണെന്നുള്ളത് കേൾക്കുന്നവർ തീരുമാനിച്ചോട്ടെ. വി എസിൻ്റെ അടുത്ത് അന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കാണ് എം എൻ വിജയൻ പരാജയം ഭക്ഷിച്ച് ജീവിക്കുന്ന നേതാവെന്നൊക്കെ പറഞ്ഞിട്ട് വി എസിനെ കുറിച്ചിട്ട് എഴുതിയത്. അന്ന് മലയാള മനോരമയുടെ തലവാചകം എന്തായിരുന്നു? മിന്നൽ പിണറായി എന്നാണ്. അത് ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഈ കരുത്തൻ്റെ അധപതനമാണ് 10 വർഷക്കാലം നമ്മൾ കാണുന്നത്. 10 വർഷക്കാലം ഇയാൾ തോറ്റ് തുന്നം പാടി ഇയാൾ പരാജയം ഭക്ഷിച്ചു. എങ്ങനെ ഭക്ഷിച്ചു? 2006-ൽ
ഇയാളെ ജനങ്ങളുടെ ഒപ്പം നിന്ന് വി എസ് തോൽപ്പിച്ച് മൂലക്കിരുത്തി മൂക്ക് മുട്ടയെ മുട്ടിച്ച് ഇച്ഛ എണ്ണ വരപ്പിച്ചു പിണറായി വിജയനെ വി എസ്. ജനങ്ങളുടെ കൂടെ നിന്നു, ജനങ്ങൾ ഇറങ്ങി വി എസിന് വേണ്ടി. അങ്ങനെ അയാളൊരു തോൽവി രുചിച്ചു. പക്ഷേ തോൽവി രുചിച്ചെങ്കിലും അയാളുടെ പക അയാളുടെ ശരീരത്തിൻ്റെ അങ്ങോട്ട് അടിമുടി പക അങ്ങോട്ട് കയറിയിട്ട് ഇയാൾ എന്ത് ചെയ്തു? വി എസിനെ കൊണ്ട് ഒരു കാര്യം തൊടിയിച്ചില്ല. കാരണം അയാൾ പാർട്ടി സെക്രട്ടറി ആണല്ലോ. ആദ്യം വി എസ് രാജേന്ദ്രനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി, എസ് രാജേന്ദ്രനെ മാറ്റി, പിന്നെ വേറെ ആളെ കൊണ്ടുവന്നു. ബാലഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ വി എസിന് കൊടുക്കുന്ന ആളെ തന്നെ പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മലപ്പുറം സമ്മേളനത്തിൽ വി എസിന് കൊടുക്കുന്ന ഓരോ ആളെയും എന്തൊക്കെ വേണോ കൊടുത്ത് വി എസിനോടായിരുന്നു ഇവരെല്ലാവരും. ഇപ്പോൾ തിരുവനന്തപുരം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്നുള്ള പിന്നെ എം വിജയകുമാർ, ഈ പറഞ്ഞ പോലെ കടകംപള്ളി സുരേന്ദ്രൻ, ഈ പറഞ്ഞ പോലെ ആനാവൂർ നാഗപ്പൻ മുതൽ കൊല്ലത്തുള്ള മുഴുവൻ ആളുകൾ, മേഴ്സിക്കുട്ടി മുതൽ കെ രാജഗോപാൽ വരെയുള്ള ആളുകൾ കൊല്ലം വി എസിനോട് ഉറച്ചു നിന്ന ഒരു ജില്ലയായിരുന്നു പറവൽ. എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് ചന്ദ്രൻപിള്ള ശർമ്മ, അപ്പുറത്ത് തൃശ്ശൂർ നമ്മുടെ എന്താണ്ടല്ലോ മറ്റേ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന അയാൾ, അതിനപ്പുറം പോലുള്ള എല്ലാവരും, ഇപ്പം കണ്ണൂർ പിന്നെ കോഴിക്കോടുള്ള പിന്നെ എ പ്രദീപ് കുമാർ, ഇവരെല്ലാം വി എസിനോട്. മലപ്പുറത്ത് മറ്റേ ഇയാൾ വന്നില്ലേ മറ്റേ നോർക്കാടെ ഇപ്പോൾ ചെയർമാനായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ, സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ, അവരെല്ലാം വി എസിൻ്റെ ആളുകളായിരുന്നു. അവരെ എല്ലാവരെയും ഓരോരുത്തർക്കും നിങ്ങൾക്ക് അധികാരം വേണോ അത്, നിങ്ങൾക്ക് പണം വേണോ അത്, നിങ്ങൾക്ക് വേറെ വല്ലതും പേര് പറയാത്തത് വേണോ വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ വേണമെങ്കിൽ അത്, ഇതിങ്ങനെ കൊടുത്ത് എല്ലാവരെയും പിടിച്ചു ഇയാൾ. എന്നിട്ട് വി എസ് വന്നപ്പോൾ കളി തീരാൻ അയാൾ എന്ത് ചെയ്തു? അയാൾ ഓരോ ഫയലും വി എസ് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്തു വിടും. അങ്ങനെയാണ് ഒരു കോർഡിനേഷൻ കമ്മിറ്റി അന്നുണ്ടാക്കി വി എസ് എടുക്കേണ്ട തീരുമാനത്തിന്. പി എസിന് മൂക്ക് കയറിട്ടു. മൂക്ക് കയറെന്നല്ല, പി എസിനെ മുഴുവൻ കെട്ടി വരിഞ്ഞ് പാർട്ടി സെക്രട്ടറി ആയിട്ട് അയാൾ അവിടെ ഇട്ടു. എന്നിട്ട് വി എസിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഗവൺമെൻറ്റിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയ്യുന്നിടത്തെല്ലാം ഇയാൾ പാര വെച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ലാവ്ലിൻ കേസ് വന്നു. 2005 ലാവ്ലിൻ കേസ് വന്നു. ഖജനാവിന് 375 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് CAG റിപ്പോർട്ട് വന്നു. അത് CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. കോടതി ഉത്തരവിട്ടിട്ട് CBI കുറ്റപത്രം തയ്യാറാക്കിയപ്പോൾ ഇയാൾ 9ാം പ്രതിയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ സെക്രട്ടറി ഒരു അഴിമതി കേസിൽ പ്രതിയായിരിക്കുമ്പോൾ പാർട്ടിയുടെ സെക്രട്ടറിയായി തുടർന്ന ഒരേ ഒരു സംഭവം അത് മാത്രമായിരുന്നു. അവിടെയാണ് അയാൾ എന്ത് ചെയ്തത്? അയാൾ വേറൊരു പണി ചെയ്തത്. ഏത് പാർട്ടിക്കാരന് എന്ത് വൃത്തികെട്ട പണിയും ചെയ്യാം, ചെയ്തോ, എന്തും ചെയ്തോ. നിങ്ങൾക്ക് കയ്യേറണമെങ്കിൽ കയ്യേറിക്കോ, നിങ്ങൾ അഴിമണിക്കണമെങ്കിൽ അഴിമ നടത്തിക്കോ. ഇതെല്ലാം പറഞ്ഞു. എന്തിനു വേണ്ടി? അഴിമതി കേസിൽ പ്രതിയായിരിക്കുമ്പോഴും അവിടെ തുടരാൻ. അങ്ങനെ തുടർന്നു. അതായത് അപ്പോൾ പിന്നീട് പക്ഷേ അദ്ദേഹത്തെ ആ പ്രതിസ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ. അല്ല, ഞാനതിലേക്കാണ് വരുന്നത്. അവസാനം ഇയാളെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള വിഷയത്തിൽ വി എസ് എതിര് നിന്നു. അന്ന് പാർട്ടി നേതൃത്വവും ഈ അഴിമതി കേസിലെ പ്രതിയായിട്ടുള്ള പിണറായിയുടെ കൂടെയായിരുന്നു. എന്നിട്ട് വി എസിനെ പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കി 2010. മനസ്സിലായി? അപ്പോൾ അവിടെ കൂടെ എല്ലാം അയാൾ ചെയ്തെന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടും കാണിച്ചോ എനിക്കെതിരെ ഒരു എതിർപ്പുണ്ടാവരുത് എന്ന് വരികയും എല്ലാ മുതലാളിത്ത സംവിധാനങ്ങളുമായിട്ടും അയാൾ ഒരുമിച്ചു. അതിപ്പോൾ അദാനി മുതൽ മറ്റേ യൂസഫ് അലി മുതൽ ആരായാലും ഏത് മുതലാളിയായിട്ടും ആയാലും പരസ്യമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ തനിക്കൊരു മടിയില്ല എന്നും അയാൾ തീരുമാനിച്ചു. വി എസ് വെറുക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഫാരിസ് അബൂബക്കറിൻ്റെ വീട്ടിൽ പോയി മണിക്കൂറുകളോളം അയാളിരുന്ന് ചർച്ച നടത്തി. മനസ്സിലായി? അപ്പോൾ ആ നിലയിൽ പരസ്യമായി ഈ CPM എതിർക്കുന്നു എന്ന് പറയുന്ന ശക്തികളോട് പരസ്യമായി ഇടപെടുന്നതിൽ ഒരു മടിയില്ല എന്ന് അയാൾ കാണിച്ചു. എന്തിന്? അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട്. അവസാനം എന്ത് സംഭവിച്ചു? ലാവ്ലിൻ കേസിൽ അയാളെ കുറ്റമുക്തനാക്കിയ ജഡ്ജിക്ക് അയാൾ ഒന്നിലധികം സ്ഥാനം കൊടുത്തു. P. ഉബൈദ് എന്ന് പറഞ്ഞ ജഡ്ജാണ് അയാളെ കുറ്റമുക്തനാക്കിയത്. അയാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഉന്നതമായൊരു സ്ഥാനം ആദ്യം കൊടുത്തു. അവിടുന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വേറൊരു സ്ഥാനം കൊടുത്തു. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ അയാൾക്ക് യാതൊരു മടിയില്ല. അങ്ങനെ അയാൾ അധികാര സ്ഥാനത്ത് തുടർന്നു. അവസാനം അയാൾ മുഖ്യമന്ത്രിയായപ്പോൾ എന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയുടെ അധികാരം കൂടെ അയാൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു. മുഖ്യമന്ത്രിയാകുന്നതിന് വരെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു അധികാരി. പക്ഷേ മുഖ്യമന്ത്രി ആയതോടുകൂടി പാർട്ടി സെക്രട്ടറിയുടെയും പാർട്ടിയുടെ അധികാരം കൂടെ പിണറായി വിജയൻ ചവിട്ടടിയിലേക്കും കൊണ്ടുവന്നു. 2006 മുതൽ നമ്മൾ കാണുന്ന പിണറായി വിജയൻ്റെ ചവിട്ടടിയിലാണ് പാർട്ടിയും സർക്കാരും. നേരത്തെ ഈ പറഞ്ഞ പോലെ അയാളുടെ ചവിട്ടടിയിൽ, അയാളുടെ ഷൂവിൻ്റെ അടിയിൽ സർക്കാർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു ഷൂവിൻ്റെ അടിയിൽ സർക്കാരും ഒരു ഷൂവിൻ്റെ അടിയിൽ പാർട്ടിയുമായിട്ടാണ് പുള്ളി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവായി കണ്ടുകൂടെ? കാരണം സ്വാഭാവികമാണല്ലോ, അത് കഴിവ് തന്നെയാണ്. അത് കഴിവല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, അതൊരു അപാരമായ കഴിവാണ്, അതൊരു അത്യഭൂതപൂർവമായ കഴിവാണ്. അത് ഇതിനു മുമ്പ് ഒരു നേതാക്കന്മാർക്കും ആ കഴിവുണ്ടായിട്ടില്ല. അത് നായനാർക്കുണ്ടായിട്ടില്ല, അത് VS അച്യുതാനന്ദൻ ഉണ്ടായിട്ടില്ല,
അത് EMS ഉണ്ടായിട്ടില്ല. ആ ഒരു കമാൻഡിങ് പവർ, ആ ഒരു മേധാശക്തി, ആ ഒരു മെയ്വഴക്കം, ആ ഒരു സംശയമില്ല. എന്തൊക്കെയോ ലിയോയ്ക്ക് എന്തൊക്കെയോ വാക്കുകൾ പറയാമോ, ആ വാക്കുകളെല്ലാം ലിയോയ്ക്ക് പറയാം. പക്ഷേ എന്ന് പറഞ്ഞൊരു വിവരമുണ്ട്. എന്താണ് ആ മെയ്വഴക്കവും ലിയോയ്ക്ക് മനസ്സിൽ പറയാനുള്ള എല്ലാ വാചകങ്ങളും ആത്യന്തികമായി ഈ പാർട്ടിയെ പൊട്ടിത്തെറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളൂ. പക്ഷേ VS പോലുള്ളൊരു നേതാവിനെ അതിജീവിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ മറികടന്ന് മുന്നേറിയ പിണറായി വിജയൻ എന്ന നേതാവിന് വെല്ലുവിളി ഉയർത്തുവാൻ തക്ക കരുത്ത് ഇന്ന് ആർക്കുണ്ട് പാർട്ടിയിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, അതൊരു വലിയ ചോദ്യമാണ്. അത് ചെറിയ ചോദ്യമല്ല. VS മറികടന്നു എന്നുള്ളത് പറയുമ്പോൾ ചെറിയ തോതിലൊന്ന് അതിനൊന്ന് പ്രതിരോധിക്കേണ്ടി വരും. VS മറികടക്കുകയല്ല ചെയ്തത്. VS എന്ന് പറയുന്ന ഇന്ത്യയിലെ CPM ഏറ്റവും വലിയ നേതാവിനെ ചവിട്ടി അരച്ചുകൊണ്ട് അയാളുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് നടന്ന് അയാളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അപ്പുറത്ത് കടന്നുപോയി എന്ന് വേണം പറയാനുള്ളത്. അത് അച്യുതാനന്ദനെ മറികടന്നു എന്നല്ല. കാരണം കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. ആ എക്സിബിഷനിൽ ഒരാളുടെ പടം മാത്രമില്ല. ആ എക്സിബിഷൻ കാണാൻ വേണ്ടി ഒരാൾ ഒരു കൊച്ചു പയ്യനെയും വിളിച്ചുകൊണ്ട് അവിടെ എക്സിബിഷൻ കാണാൻ വന്നു. ആ എക്സിബിഷൻ കാണാൻ വന്ന് ഇറങ്ങി ചെന്നപ്പോൾ കൊച്ചു പയ്യൻ ചോദിച്ചു, അച്ഛാ VS പടം ഇവിടെ കണ്ടില്ലല്ലോ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ പിന്നീട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ കൊച്ചിന് VS ആണ് പേരിട്ടത്. VS അച്യുതാനന്ദൻ എന്നാണ് പേരിട്ടത്. ആ പടം പോലും അവിടെ ഇല്ലാത്ത നിലയിൽ VS ചവിട്ടി തൊഴിച്ച് ദൂരെ കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയി എന്നുള്ളത് ഒരു ചെറിയ കഴിവല്ല, അത് വലിയ കഴിവാണത്. ഓക്കെ, അത് നമുക്കറിയാം. കുറേയേറെ കാര്യങ്ങളിൽ ആ ഒരു വിഷയം വ്യക്തമാണ്. മറ്റൊന്ന്, ഇപ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനെ പലരും അടയാളപ്പെടുത്തുന്നത് നിക്ഷേപം കൊണ്ടുവന്ന മുഖ്യമന്ത്രി, ഭരണാധികാരി, കേരളത്തിൽ പലരും തുടങ്ങിവെച്ച് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട പല പദ്ധതികളും ഏറ്റെടുത്ത് വിജയിപ്പിച്ച മുഖ്യമന്ത്രി, ഒട്ടേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം. വിഴിഞ്ഞം പദ്ധതി മറ്റു പലരും തുടങ്ങി വെച്ചു, നിർണായകമായ ഘട്ടങ്ങളിലേക്ക് ഒക്കെ എത്തി. പക്ഷേ അവിടെയും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ അതിൻ്റെ ആക്കം വേഗത കൂട്ടി എന്നുള്ളതാണ് അവകാശവാദം. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കുന്നതിൽ പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ ഇടത് സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ അവിടെയും കരുത്ത് കാണിച്ചു. വേഗത്തിൽ തന്നെ ആ സംഭവം പൂർത്തിയാക്കി ദേശീയപാത നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, അവിടെയും വളരെ മികച്ച രീതിയിൽ മുന്നേറാൻ സാധിച്ചു. പണ്ടൊക്കെ കൊടിപിടിച്ച് മുടക്കിയിരുന്ന ഒരു നാടായിരുന്നു കേരളമെങ്കിൽ ഇന്ന് വികസനത്തിന് ആക്കമുള്ള നാട്, ഒപ്പം തന്നെ നിക്ഷേപത്തിന് ധൈര്യമുള്ള നാട്, ഇതൊക്കെയാണ് വിശേഷണമായി പലരും പറയുന്നത്. അതെ, അതിലിപ്പോൾ ലിയോ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, കൊടി പിടിച്ച് മുടക്കിയ നാട് എന്നൊരു വാക്ക് ലിയോ ഉപയോഗിച്ചു. പക്ഷെ ആരാണ് കൊടി പിടിച്ചത് എന്നത്, ആ കൊടിയുടെ നിറം എന്തായിരുന്നു എന്നുള്ളതും ലിയോ പറഞ്ഞില്ല. അവിടെയാണ് പ്രശ്നം. കൊടി പിടിച്ചതെല്ലാം മുടക്കിയതാരാ? ഇത് മാത്രമല്ല, കമ്പ്യൂട്ടർവൽക്കരണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊടി പിടിച്ചു. ഈ 3 പദ്ധതികൾ, വിഴിഞ്ഞം പദ്ധതി, ഗെയിൽ പദ്ധതി, ദേശീയപാത വികസനം, ഇത് 3ഉം നടപ്പിലാക്കാൻ മറ്റൊരു ഗവൺമെൻറ് ഇറങ്ങിയപ്പോൾ കൊടി പിടിച്ച് മുടക്കിയതിന് ശേഷം വിഴിഞ്ഞത്തിൻ്റെ കടൽക്കൊള്ള എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഗെയിൽ പദ്ധതി വന്നപ്പോൾ P രാജീവ് എറണാകുളത്ത് വെച്ച് സംസാരിച്ചെന്താണ്, മണ്ണിനടിയിൽ ബോംബിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഏത് പാചകവാതകം വാതകം ഇതിനകത്തൂടെ പോകുന്നതാണല്ലോ ഗെയിൽ. ബോംബിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് മുടക്കി. ദേശീയപാതയുടെ മിക്കവാറും പല സ്ഥലങ്ങളിലും ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലെല്ലാം മുടക്കി. അപ്പോൾ അന്ന് കൊടി പിടിച്ച് മുടക്കിയതിന് ശേഷം ഇന്ന് വരുമ്പോൾ ഇത് നടപ്പിലാക്കുന്നു. ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. 3 പദ്ധതികളാണ് പറഞ്ഞത്. ഈ 3 പദ്ധതികൾക്ക് എവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നു പറയുമ്പോൾ ഈ 3 പദ്ധതികൾ ആരുമായിട്ട് ചേർന്ന് ചെയ്യുന്നതാണ്, നമ്മളത് കാണുന്നില്ല. മനസ്സിലായില്ലേ? ദേശീയപാത സംബന്ധിച്ചൊക്കെ പറയുന്നു. ദേശീയപാത സംബന്ധിച്ച് ഇപ്പോൾ ഒരാൾ റീലെടുത്ത് നടപ്പുണ്ട്. ദേശീയപാതയുടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം നല്ലപോലെ കൈകാര്യം ചെയ്തത് അന്ന് മന്ത്രിയായിരുന്ന G. സുധാകരനായിരുന്നു. അപ്പോൾ ഈ 3 പദ്ധതികൾ പറയുന്ന 3ഉം കേന്ദ്ര ഗവൺമെൻറ് കഴിവുള്ളത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളും പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തങ്ങൾ തന്നെ മുടക്കിയ പദ്ധതികളുമാണ് ഈ 3 പദ്ധതികൾ. നമ്മളത് ഓർത്തോളൂ. അത് വിട്ടാൽ എവിടെയാണ് മൂലധനം? ഇതാണ് ചോദ്യം. എവിടെയാണ് മൂലധനം? ഏത് പദ്ധതികളാണ് അതല്ലാതെ കൊണ്ടുവന്നത്? ഇനി പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയോടുകൂടി പിണറായി വിജയൻ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. അതെന്തായിരുന്നു? അതിൻ്റെ പേരാണ് കേരയിൽ. ആ പദ്ധതി പിണറായി വിജയൻ ഇവിടെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അത് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയും ദൂരക്കാഴ്ച നമുക്ക് പറയാമായിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ ജനങ്ങൾ സമ്മതിച്ചില്ല. മറുഭാഗത്ത് 16 മുതൽ 25 വരെയുള്ള പിണറായി വിജയനെ നമ്മൾ നോക്കിയാൽ എന്താ കാണുന്നത്? അഴിമതിയുടെ കൂടല്ലേ. പലതും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം തെളിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സോളാർ വിഷയത്തിലാണല്ലോ ഉമ്മൻചാണ്ടിയെ പുറത്താക്കിയത്, ആണല്ലോ. അതെന്തായി സംഭവിച്ചത്? CBI തന്നെ അന്വേഷിച്ചിട്ട് അതിനകത്ത്
കുറ്റവിമുക്തനാക്കി. ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാക്കിയെങ്കിൽ അതിൻ്റെ അപ്പീൽ അവിടെ കിടപ്പുണ്ട്. അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത്, കുംഭകോണം, മകൾ തന്നെ കേസിൽ 9ാം പ്രതിയായി കിടക്കില്ലേ? അപ്പം ഇതുപോലെ അഴിമതി ആരോപണം കേട്ടൊരു മുഖ്യമന്ത്രിയില്ല, മുഖ്യമന്ത്രിയുടെ കുടുംബമില്ല, മകളില്ല, മരുമകനില്ല. ആ നിലയിൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന, പുഴുത്ത് ചീഞ്ഞ് നാറിക്കിടക്കുന്ന ഒരു സർക്കാരായി ഇപ്പം മാറിയിരിക്കുന്നു. അപ്പം അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾ, വർഗീയതയുമായി സന്ധി ചെയ്യാൻ ഒരു മടിയില്ല എന്ന് പറയുന്ന ഒരു നേതാവ്, മുതലാളിത്തവുമായി പച്ച പരസ്യമായി സന്ധി ചെയ്യുന്ന ഒരു നേതാവ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് പിണറായി വിജയനെ മറ്റ് EMS നിന്നും BS നിന്നും നയനാരിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായി ജനങ്ങൾ ഓർത്തിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. പക്ഷേ ഈ ഓർത്തിരിക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ അണയുന്നതിന് മുമ്പുള്ള ആങ്ങളിക്കത്തലാണ് എന്ന് താമസിയാതെ പിണറായി വിജയനും അയാളെ പുകഴ്ത്തുന്ന പ്രഭൃതികളും മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ പിണറായി വിജയൻ ഇതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ ബാറ്റൺ ആർക്കായിരിക്കും കൈമാറുക? ഭരണത്തിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ തന്നെ ഇനി അങ്ങോട്ടുള്ള പോക്ക് ഇന്നത്തെ സ്ഥിതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ എങ്ങനെ പറയാൻ സാധിക്കും? ഇല്ല, അത് പിന്നെ ലിയോ, അത് വളരെ വ്യക്തമാണല്ലോ. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് വ്യക്തമാണല്ലോ. അതിനാണല്ലോ അയാളുടെ ഈ റീലെടുക്കുന്ന മരുമകനെ കൊണ്ടുവന്ന് അയാൾ സ്ഥാപിച്ചിരിക്കുന്നത്. മരുമകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ടാണല്ലോ അയാൾ കൊണ്ടുവന്നത്. ആരും സംശയവുമില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അല്ല, അതൊക്കെ ഉണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കമ്മിറ്റ്മെൻറ്റ് അയാളുടെ കുടുംബത്തോടെ ഉള്ളൂ. മകൾ, മരുമകൻ ഒക്കെ ആ അർത്ഥത്തിൽ ഒരു കുടുംബനാഥനാണ്, ഒരു കുടുംബസ്ഥനാണ്. അതിന് വേണ്ടിയിട്ടാണ് മരുമകനെ കൊണ്ടുവന്നിട്ടുള്ളത്. അയാൾ നിൽക്കുന്നിടത്തോളം കാലം മരുമകനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണികളും അയാൾ ചെയ്യും. അയാൾ നിൽക്കുന്നിടത്തോളം കാലം എതിർക്കുന്നവരെ എല്ലാം അയാൾ ചവിട്ടി അരയ്ക്കും. ഈ പറഞ്ഞ പോലെ സ്റ്റാലിനാണ് അയാളുടെ ആരാധനാപാത്രം. സ്റ്റാലിനെ എങ്ങനെയൊക്കെ പിന്നെ ജീവിതത്തിൽ പകർത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അയാളുടെ മുടി മുറിക്കുന്ന പോലും സ്റ്റാലിൻ കട്ട് എന്നാണ് എന്നോട് പാർട്ടിക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അയാൾ ഇരിക്കുന്നിടത്തോളം കാലം അയാളുടെ മരുമകനെ ആക്കാൻ അയാൾ നോക്കും. നാളെ അയാൾ ഇല്ലാതെ വന്നാൽ മരുമകനെ എല്ലാവരും കൂടെ ചവിട്ടി കൂട്ടും. പക്ഷേ അയാൾ ഇരിക്കുന്നിടത്തോളം കാലം ബാറ്റൺ മരുമകനിലേക്ക് കൈമാറുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അയാൾക്കുള്ളൂ എന്നുള്ളത് ഓരോ കാര്യങ്ങളിലും നമുക്കിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, 4ാം വർഷം പൂർത്തിയാക്കുമ്പോഴും മരുമകനാണ് കേക്കെടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? മരുമകനോടും മകളോടും ഒക്കെ മാത്രമേ അയാൾക്ക് താല്പര്യമുള്ളൂ. അതുകൊണ്ട് അയാൾ നിൽക്കുന്നിടത്തോളം കാലം അയാൾക്കെതിരെ എതിർപ്പ് ഉയർത്തുന്നവരൊക്കെ, എതിർപ്പുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എതിർപ്പ് ഉയർത്തുന്നവരൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിന്നോണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. കാരണം എന്തും ചെയ്യാൻ മടിയില്ല. ഞാൻ ചോദിക്കുന്നില്ലയോ, ചെറിയ ഭാഗത്ത് എത്ര കൊലപാതകങ്ങൾ നടന്നു? 2010 ഷുക്കൂറിനെ എങ്ങനെ കൊന്നു? 200 പേരുടെ മുമ്പിൽ വെച്ച് കഴുത്തറത്ത് കൊന്നു. 2012 മറ്റോ TP ചന്ദ്രശേഖരനെ മുഖത്ത് 51 വെട്ടി കൊന്നു. മട്ടന്നൂരുള്ള ഷുഹൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനെ 48 വെട്ടി കൊന്നു. അതിലൊന്നും പിണറായിക്ക് എന്താണ് പങ്ക്? അല്ല, ഞാനതിലേക്ക് വരിക. പെരിയയിലെ കൃപേഷിനെയും ശരത്ലാലിനെയും ഏത് നിലയിലാണ് കൊന്നതെന്ന് നമ്മൾ കണ്ടു. ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുമ്പോൾ ആരാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. 51 വെട്ടി TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം കുലംകുത്തി എന്ന് പറഞ്ഞതാരാ? ആ ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾ. പിന്നെ എന്താണ്, ചെടി കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചപ്പം എന്താണ് പറഞ്ഞത്, ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ കേരളത്തിൽ, വേറെ ആർക്കും കഴിയില്ല. നമ്മുടെയൊക്കെ മനസ്സിനെ മതിച്ച വിഷയം. അവിടുന്ന് വന്ന് ഈ 238 രൂപ ശമ്പളം കിട്ടുന്ന ആശാവർക്കർമാർ 2 മാസം കഴിഞ്ഞ് സമരം ചെയ്തിട്ടും അവരോട് ചർച്ചയില്ല. ഞാൻ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നാണ്. അപ്പോൾ അത്രയ്ക്ക് ക്രൂവലായിട്ടുള്ള, റുത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണം എങ്ങോട്ടാണ് എത്താൻ പോകുന്നതെന്നുള്ളത് ജനം തീരുമാനിച്ചു കൊള്ളും എന്ന് എനിക്ക് പറയാം. പിണറായി 3 സാധ്യമായിരിക്കുമോ? ഇപ്പോൾ എല്ലാവരും ആ രീതിയിലേക്കൊക്കെയാണ് സാധ്യത കൽപ്പിക്കുന്നത്. അല്ല ലിയോ, ഞാൻ പറഞ്ഞല്ലോ, ലിയോ എന്നോട് ആ ചോദ്യം ചോദിക്കുന്നത് തന്നെ പിന്നെ അത് ന്യായമല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ജനങ്ങൾ ഇയാളെ അധികാരത്തിൽ നിലനിർത്താൻ സമ്മതിക്കില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ PV അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് പല കാര്യത്തിലും അയാളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അയാൾ പറഞ്ഞ ഒരു മുദ്രാവാക്യമുണ്ട്, പിണറായി വിസത്തിനെതിരെ ജനം. ഒരു വശത്ത് പിണറായി വിജയനും മറുവശത്ത് ജനവും. അതാണ് ആ ഒരു പിന്നെ ധ്രുവീകരണമാണ് ഇനി ശക്തിപ്പെടാൻ പോകുന്നത്. ഒരു വശത്ത് പിണറായിസം, മറുവശത്ത് ജനം. അത് കൂടുതൽ 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 ശക്തിപ്പെടും. ആ ശക്തിപ്പെട്ട് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഈ ക്രൂവലായിട്ടുള്ള, ഈ റുത്ത്ലെസ് ആയിട്ടുള്ള ഈ 80 വയസ്സുകാരൻ എപ്പോഴാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്? അപ്പോൾ
അയാൾ നിഷ്കാസിതനായപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതിന് സമാനമായി ലോകത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഇതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അയാൾ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ ചെഷസ്ക്യൂവിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വന്നത്, മനസ്സിലായി. അപ്പോൾ അവരുടെയൊക്കെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇത് അണയുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തലായി മാത്രം ഈ പുകഴ്ത്തലിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, ഇതാണ് പിണറായി വിജയനെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ എം ഷാജഹാന് പറയാനുള്ളത്. ഏറെ നാൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഒരേ പാർട്ടിയിൽ നിന്നുകൊണ്ട്. പിണറായി വിജയൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന CPM-ൽ കുറേയേറെ നാൾ ശ്രീ കെ എം ഷാജഹാൻ ഉണ്ടായിരുന്നു, പതിറ്റാണ്ടുകളോളം. അന്ന് VS-നൊപ്പം പ്രവർത്തിച്ചിരുന്ന നാൾ അദ്ദേഹം അടുത്ത് കണ്ടിട്ടുണ്ട് പിണറായി വിജയനെ. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുടെ തീക്ഷ്ണത അറിഞ്ഞിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ പിണറായി വിജയനെ എതിർക്കുന്നവർ വളരെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പിണറായി വിജയൻ എന്ന നേതാവ്, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി, അദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. വളരെയധികം നന്ദി ടോക്ക് പോയിന്റിൽ പങ്കെടുത്ത്. ടോക്ക് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.